തലയിൽ പെട്ടി, കയ്യിൽ വള്ളി, കയ്യിൽ റോള്, റോപ്പ്, എന്തൊക്കെയോ സാധനങ്ങൾ മൊത്തം കയറ്റുണ്ട്. നമുക്ക് നേരെ കൊണ്ട് വണ്ടി കൊണ്ട് അട്ടിയിടാം. ഓരോ ആൾക്കാർ ഓരോരോ ട്രിപ്പായിട്ട് വന്നുകൊണ്ടിരിക്കും. സാധനങ്ങൾ ഇതിനകത്ത് കയറാൻ തന്നെ ഉണ്ട്. ഇനിയൊരു വണ്ടി വരണം. ഇതിപ്പോൾ എറണാകുളം പോകേണ്ട സാധനങ്ങളാണ് ഇതിനകത്ത് കയറിക്കൊണ്ടിരിക്കുന്നത്. മാക്സിമം എത്രത്തോളം കയറാവോ അത്രത്തോളം കയറ്റാൻ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വന്നിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഹോം ഷിഫ്റ്റിങ്, അതായത് വീട് മാറുന്നു. അപ്പൊ അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വന്നതാണ്. ഇപ്പൊ ഗോഡൌണിൽ വന്നിരിക്കുകയാണ്. ഇവിടുന്ന് ഇപ്പൊ സാധനമൊക്കെ എടുക്കണം. നമുക്ക് റാപ്പിംഗ് ടേപ്പ് എടുക്കണം, പിന്നെ കുറച്ച് ചാക്ക്, പിന്നെ നമ്മുടെ പാക്ക് ചെയ്യാനുള്ള സാധനങ്ങൾ, പെട്ടി, അതുപോലുള്ള സാധനങ്ങളൊക്കെ നമുക്ക്, വള്ളി, അതുപോലെ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ എടുക്കാൻ വേണ്ടി ഇപ്പോൾ ഗോഡൌണിൽ വന്നിരിക്കുവാണ്. ഞാൻ ഇപ്പോൾ പണിക്ക് വന്നിരിക്കുന്ന അസിയുണ്ട്, ഷാജിക്കുണ്ട്, ഞാനുണ്ട്. ഞങ്ങൾ 3 പേരുമാണ് ഉള്ളത്. പിന്നെ ഒരു വണ്ടീനെയും കൂടെ വിളിക്കുന്നുണ്ടെന്ന് പറയുന്നതായിട്ട് 2 ട്രിപ്പിലെ തീരത്തുള്ളൂ എന്നും പറയുന്നത്. അപ്പൊ എന്തായാലും ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് തറപ്പാളം എല്ലാം എടുക്കണം. അന്തരീക്ഷിച്ചിട്ട് മങ്ങി വന്നോണ്ടിരിക്കുവാണ്. അപ്പൊ നേരെ പോയി ടൂൾസ് ഒക്കെ എടുത്തോണ്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം എടുത്തോണ്ട് വരാം. ഓക്കെ, ഇപ്പൊ സാധനം എല്ലാം എടുത്തോണ്ടിരിക്കുവാണ്. നമുക്ക് വേണ്ടുള്ള സാധനങ്ങളെല്ലാം എടുത്ത് വണ്ടിയിലോട്ട് കയറ്റാൻ വേണ്ടി എല്ലാം അടുപ്പിച്ചുകൊണ്ടിരിക്കുവാണ്. എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഇതെല്ലാം തലയിൽ വെച്ചോണ്ടൊക്കെ പോകുമ്പോൾ എടുക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. കയ്യിൽ പെട്ടി, കയ്യിൽ വള്ളി, കയ്യിൽ റോള്, റോപ്പ്, എന്തൊക്കെയോ സാധനങ്ങൾ മൊത്തം കയറ്റുണ്ട്. നമുക്ക് നേരെ കൊണ്ട് വണ്ടി കൊണ്ട് അട്ടിയിടാം. ഓരോ ആൾക്കാർ ഓരോരോ ട്രിപ്പായിട്ട് വന്നുകൊണ്ടിരിക്കും ഓരോ സാധനങ്ങളായിട്ട്. വണ്ടി അങ്ങോട്ട് അടുപ്പിച്ചില്ല. ഓ എന്താ ഇല്ലില്ല, കുഴപ്പമില്ല. എടുത്തോണ്ട് നമുക്ക് മാർക്കറ്റിലോട്ടാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. മാർക്കറ്റിൽ ഇപ്പൊ വന്നിരിക്കുന്നത് റാപ്പിംഗ് ടേപ്പ് നമ്മുടെ കയ്യിൽ നിന്ന് തീർന്നു പോയിട്ടുണ്ട്. റാപ്പിംഗ് ടേപ്പ് മേടിക്കാൻ വേണ്ടി വന്നതാണ്. ഷാജിക്ക് അങ്ങോട്ട് പോയിട്ടുണ്ട്. അന്ന് റാപ്പിംഗ് ടേപ്പും കൂടെ എടുത്തിട്ട് വേണം നമുക്ക് പോകേണ്ട സൈറ്റിൽ. നമുക്ക് നമ്മുടെ വർക്ക് കാണുന്ന ആൾക്കാർക്ക് അറിയില്ല എത്രത്തോളം നമ്മൾ വൃത്തിയിലും നീറ്റ് ആൻഡ് ക്ലീൻ ആണ് നമ്മുടെ വർക്ക്. അതേപോലെ ചെയ്യത്തുള്ളൂ. എല്ലാ സാധനം കൂടെ വലിച്ചു വാരിയിട്ടുകൊണ്ടൊന്നും വരത്തില്ല. അതായത് വേറെ സൈറ്റിൽ 2-3 വർക്ക് അടുപ്പിച്ച് പിടിച്ചിട്ട് അങ്ങനെ ചെയ്യുന്ന പരിപാടി നമുക്കില്ല. ഒരാൾ വർക്ക് പിടിച്ച് തന്നെ അവരുടെ സാധനങ്ങൾ ഫുള്ളും എത്തിച്ചു കൊടുക്കുക. അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് നമ്മുടെ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കമ്പനീന്റെ പേര് വരുന്ന കലാസി ലോജിക്സ് എന്നാണ്. നമ്മുടെ വർക്ക് എന്തൊക്കെയാണ് വരുന്നത് പറഞ്ഞാൽ ബാങ്ക് ഷിഫ്റ്റിംഗ്, ATM ഷിഫ്റ്റിംഗ്, ക്ലീനിങ്, ഹോം ഷിഫ്റ്റിംഗ്, അങ്ങനെ പറയാൻ അങ്ങനെ ഒത്തിരി ഉണ്ട്. ജനറേറ്റർ ഷിഫ്റ്റിംഗ്, ടവർ ഷിഫ്റ്റിംഗ്, അങ്ങനെ ഒരുപാട് പോകും. അങ്ങനെ നീണ്ട് അപ്പം ഇനിയിപ്പോൾ ഇവിടുന്നുള്ള ബാക്കിയുള്ള വിശേഷം കാണിച്ച് പോവാം കേട്ടോ. ഇപ്പൊ മെയ്ക്കിന് ചാർജ് ഒക്കെ ഉണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഒരു ക്ലീനിങ്ങിന്റെ വീഡിയോയിൽ എനിക്ക് മെയ്ക്ക് ചാർജ് ഇല്ലാത്തതുകൊണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇന്ന് ചാർജൊക്കെ ആക്കിക്കൊണ്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇതിന്റെ വിശേഷം ഫുള്ളായിട്ട് കാണിക്കാം. നമ്മൾ വിചാരിച്ച പോലെയല്ല, ഒരുപാട് ലോഡ് ഇവിടുന്ന് കയറാനുണ്ട്. ഒരുപാട് ഇപ്പൊ തന്നെ ഒരുപാട് 2-3 മണിക്കൂറോളമായി ഇവിടെ പാക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇതുവരെയായിട്ടും കഴിഞ്ഞിട്ടില്ല. കണ്ടോ, ഒരുപാടായിട്ടുണ്ട്. 2 സ്ഥലത്തോട്ടുള്ള, ചേർത്തലോട്ട് എറണാകുളത്തോട്ടുള്ള ഒരുപാടുണ്ട്. ഇത് എപ്പോൾ കഴിയുന്ന ഒരു പിടുത്തവും ഇല്ല. 2 വണ്ടിക്കുള്ള ലോഡാന്ന് വിചാരിച്ച് വന്നതാ മക്കളെ. പക്ഷെ ലോഡ് 1.5 ലോഡാണ്. എത്ര പാക്ക് ചെയ്തിട്ടും റാപ്പ് ചെയ്തിട്ടൊന്നും തീരുന്നില്ല. എങ്ങനെയുണ്ട് റാപ്പിംഗ്? എങ്ങനെയുണ്ട്? എത്രയൊക്കെ റാപ്പ് ചെയ്തിട്ടും കെട്ടിയിട്ടും സാധനമൊന്നും തീരുന്നില്ല. പോരാത്തതിന് മഴ തീരാറായി അല്ലേ? ഇനിയിപ്പോൾ ഒരു വണ്ടി കൂടെ ഉള്ളു വരാൻ. ആ വണ്ടിയിലോട്ട് സാധനം കയറ്റണം, ചേർത്തലോട്ടും എറണാകുളത്തേക്കും. എങ്ങനെയുണ്ട് ഷാജിക്കാലോ? ലോഡ് എങ്ങനെയുണ്ട്? ലോഡ് കയറിക്കൊണ്ടിരിക്കുക. ഒതുക്കിയിട്ടും തീരുന്നില്ല. ഇപ്പം ടെറസിൻ്റെ മേളിൽ വന്നതാണ്. ഇതും കൂടെ ഒന്ന് റാപ്പ് ചെയ്യാനാണോ ഇത്? താട്ട് പൊക്കുണ്ടോ? എങ്ങനെയെങ്കിലും വണ്ടി കയറണം. ദൈവമേ, കണ്ടാ നമ്മുടെ ലോഡെല്ലാം ഏകദേശം ഒതുങ്ങി വന്നിട്ടുണ്ട്. അസീവിക്കടുത്ത് പോയി. അസീവിക്ക എങ്ങനെയുണ്ട്? ലോഡൊക്കെ എങ്ങനെയുണ്ട്? ഫുൾ റാപ്പിങ് എല്ലാം കയറ്റാനുള്ള ലോഡാ. മഴ സമ്മതിക്കുന്നില്ല. അതൊക്കെ എടുത്ത് എന്തായാലും മഴ കുറച്ച് കുറയട്ടെ മഴ. എന്നിട്ട് നമുക്ക് വണ്ടിയിലോട്ട് സാധനമൊക്കെ കയറ്റി തുടങ്ങണം. ഒരു വണ്ടിയും കൂടെ വരുന്നുണ്ട്, വരട്ടെ. ഇപ്പം നമ്മുടെ റാപ്പിങ്ങും പാക്കിങ്ങും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. കട്ടിലഴിക്കാനുള്ള അഴിച്ചിട്ടുണ്ട്, അലമാരിയെല്ലാം കയറ്റിട്ടുണ്ട്, എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇത് ഇവിടെ 2 അലമാരി കട്ടിലഴിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുമാതിരി ഇവിടെ എല്ലാ സാധനങ്ങളെല്ലാം പക്ക. ഇനി നമുക്ക് വണ്ടിയിലോട്ട് കയറ്റേണ്ട താമസമുള്ളൂ. ആ വണ്ടി കൂടെ വരട്ടെ. എന്തായാലും ഫസ്റ്റ് ട്രിപ്പ് നമ്മൾ കയറ്റി തുടങ്ങിയിട്ടുണ്ട്. ചെറിയ പൊടിമഴ പെയ്യുന്നുണ്ട്. അപ്പം എന്നാലും അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കയറ്റുന്നുണ്ട് സാധനങ്ങൾ. ഇനിയും ഒരുപാട് സാധനങ്ങൾ ഇതിനകത്ത് കയറാൻ തന്നെ ഉണ്ട്. ഇനിയൊരു വണ്ടി വരണം. ഇതിപ്പോൾ എറണാകുളം പോകേണ്ട സാധനങ്ങളാണ് ഇതിനകത്ത് കയറിക്കൊണ്ടിരിക്കുന്നത്. മാക്സിമം എത്രത്തോളം കയറാവോ അത്രത്തോളം കയറ്റാൻ നോക്കുന്നുണ്ട് ഞങ്ങൾ കേട്ടോ.
ഇനി ഒരുപാട് സാധനങ്ങൾ കയറാറുണ്ട്, എങ്ങനെയാവും അറിയത്തില്ല. പിന്നെ തറപ്പാളെല്ലാം ഇട്ട് കവർ ചെയ്യണം. ഇറങ്ങുന്ന വഴി തന്നെ ലൈൻ കമ്പി ഉണ്ട്, അത് മുട്ടിക്കാതെ പുറത്തോട്ട് ഇറക്കണം. ആദ്യത്തെ ലോഡെല്ലാം സെറ്റാക്കി സെറ്റാക്കി ഇവിടെ കൊണ്ട് ഒതുക്കിയിട്ടുണ്ട്, ഒരു റോഡ് സൈഡിൽ ഒരു കടമുറിൻ്റെ ഇവിടെ. ഇനിയിപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വണ്ടീൻ്റെ അവിടെ പോയി, പക്ഷേ വേറൊരു വണ്ടി വന്നായിരുന്നു, അതിനകത്ത് സാധനം കയറ്റി കൊടുക്കണം. വണ്ടി ഇവിടെ കിടക്കട്ടെ, നേരെ നമുക്ക് അങ്ങോട്ട് പോകാം. അവിടെ ക്യാമറ ഉള്ള ഏരിയയിലെ വണ്ടി കൊണ്ട് എന്തായാലും ഒതുക്കിയത്. അങ്ങനെ ഇപ്പോൾ ഏകദേശം നമ്മുടെ രണ്ടാമത്തെ ലോഡ് വണ്ടി വെച്ച്, ബൈക്ക് ഉൾപ്പെടെ, ബൈക്ക് സൈക്കിള് എല്ലാം വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇത് ഈ ലോഡ് പോകുന്ന ചേർത്തലയിലോട്ട്, അത് കഴിഞ്ഞ് മറ്റേ വണ്ടി എറണാകുളത്തോട്ടേക്ക്. പോകുന്ന വഴി ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കണം, നല്ല വിശപ്പുണ്ട് എല്ലാവർക്കും. പിന്നെ ഈ വണ്ടി ഓടുന്ന വെച്ചേക്ക് വേറെ ഓട്ടോ ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നേരെ ഇപ്പോൾ ചേർത്തലോട്ട് പോകാനാണ് ഞങ്ങളുടെ പ്ലാനിങ്. അത് കഴിഞ്ഞിട്ട് കഴിക്കാൻ ഇറങ്ങാമെന്നുള്ള ഒരു ഇതിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യാം, സാധനം തറപ്പാടായിട്ട് കെട്ടി മാറട്ടെ. ഓക്കെ, ഈ വണ്ടി അങ്ങോട്ട് പോയിട്ടേ പോകത്തുള്ളൂ. അതായത് ഈ വണ്ടി ഇരിക്കുന്ന സാധനം മൊത്തം ചേർത്തല ഇറക്കിയിട്ട് പോകത്തുള്ളൂ. പുള്ളിക്കാണെങ്കിൽ ഓട്ടോ ഉള്ളതാണ്, പുള്ളിനെ എങ്ങനെ ഒഴിവാക്കണമെന്ന് പറഞ്ഞാൽ പുള്ളിക്ക് വേറെ ഓട്ടം പോകണ്ടേ. നേരെ വണ്ടീൻ്റെ അടുത്തോട്ട് പോട്ടെ. നമ്മുടെ യാത്ര കലവൂരായിട്ടുണ്ട്. കലവൂരിൽ നിന്നാണ് നമ്മളിപ്പോൾ ഭക്ഷണം കഴിക്കുന്നത്. കട്ടൻ പറഞ്ഞോ. ബീഫ് പൊറോട്ട, ഞാൻ പൊറോട്ട ഓംലേറ്റ്, അസി ഓംലേറ്റ് മാത്രം. അതിന് ഭക്ഷണം കഴിക്കും. കൂടുതൽ വീഡിയോ പറഞ്ഞ് ലെങ്ത് ആക്കണ്ട അല്ലേ. യൂട്യൂബ് ഫ്രണ്ട്സിൻ്റെ അടുത്ത് സംസാരിക്കുന്നത്. ഷാജിക്ക് എന്നെ കാണിച്ചെടുത്തേ. ഷാജിക്കൊക്കെ എന്തെങ്കിലും പറയാണ്ട? ഇന്ന് ഉറക്കമില്ലാത്ത രാത്രി. ഇനി തിരിച്ച് ലോഡെല്ലാം ഇറക്കി എപ്പോ വീട്ടിൽ വരുന്ന ഒരു പിടുത്തവുമില്ല. ഇന്നത്തെ ദിവസം ഗോവിന്ദ. ഓക്കെ, എനിക്കുള്ള ഓംപ്ലേറ്റ് വന്നിട്ടുണ്ട്. 1 സൈഡാണ് ഞാൻ പറഞ്ഞത്, ഡബിള്. ഭക്ഷണം കഴിച്ചിരിക്കാം, ഇനി വീഡിയോ ഇല്ല. ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ചേർത്തല ബസ് സ്റ്റാൻഡ് അവിടെ നിന്ന് നേരെ പോയി ലെഫ്റ്റ് കട്ട് ചെയ്ത് പല്ലന റൂട്ടിലോട്ടാണ് നമുക്ക് കയറേണ്ടത്. ഇപ്പം ഏകദേശം ചേർത്തല എത്തിയിട്ടുണ്ട്. മറ്റേ വണ്ടി അങ്ങോട്ട് വീട്ടിലോട്ട് കയറ്റിട്ടുണ്ട്, പോയി സഹായിച്ചു കൊടുക്കണം വണ്ടിയിലോട്ട്. പുള്ളിനെ എന്നിട്ട് പറഞ്ഞു വിടണം. നേരെ ആ വണ്ടീൻ്റെ അങ്ങോട്ട് പോവാം. ഓക്കെ, നമ്മുടെ വണ്ടി ഇവിടെ റോട്ടിൽ കിടക്കട്ടെ, നമുക്ക് ഈ വഴി തന്നെ നേരെ അരൂര് കയറാം. യെസ്, അങ്ങനെ കട്ടിലും ബെഡും എല്ലാം മേളിൽ കയറ്റി കൊടുക്കണമായിരുന്നു, അതെല്ലാം കയറ്റി കൊടുത്തിട്ടുണ്ട്. മറ്റേ വണ്ടീനെ പറഞ്ഞു വിടുകയും ചെയ്തു. ഇനി നമ്മൾ നേരെ നമ്മുടെ വണ്ടി എടുത്തുകൊണ്ട് നേരെ എറണാകുളത്തേക്ക്. എൻ്റെ പുറകെ ഓരോരോ ആൾക്കാരായിട്ട് നടന്നു വരുന്നുണ്ട്, എല്ലാവരും ടയർഡായി നിൽക്കുവാണ്. ഒന്നാമത്തെ കാര്യം അടുപ്പിച്ചുള്ള നൈറ്റ് ഓട്ടം തന്നെ, നൈറ്റ് വർക്ക് അടുപ്പിച്ച് അതിൻ്റെ ആയിട്ടുള്ള ക്ഷീണം. ഇനി നേരെ നമ്മുടെ വണ്ടി കിടക്കുന്നുണ്ട് അവിടെ, വണ്ടി കയറിയിട്ട് എറണാകുളം. എനിക്കാണെങ്കിൽ വണ്ടി ഓടിക്കാൻ ഒട്ടും പറ്റാത്തതുകൊണ്ട് വണ്ടി കൈമാറ്റം ചെയ്ത് അസിയാണ് ഇപ്പോൾ വണ്ടി ഓടിക്കുന്നത്. ഞാൻ കുറച്ചു നേരം കിടന്ന് ഉറങ്ങി. അങ്ങനെ നമ്മളിവിടെ എറണാകുളം എത്തിയിട്ടുണ്ട് ലോഡുമായിട്ട്. ഇനിയിപ്പം സാധനം ഇറക്കാൻ വേണ്ടി പോവാണ്. ഷാജിക്ക് പണി തുടങ്ങിയിട്ടുണ്ട്. തറപ്പോളയും ഫുള്ള് അടിച്ച് മാറ്റണം. ശരി, മഴക്കാറിൻ്റെ ലക്ഷണമുണ്ട്. എന്തായാലും ഇവിടുന്ന് ഫുള്ള് ഇറക്കി മാറ്റട്ടെ എന്തായാലും. സമയം രാവിലെ 3 മണി. ഞങ്ങൾ സാധനം ഇറക്കിക്കൊണ്ടിരിക്കുന്ന അവിടെ നിന്ന് തന്നെ രാവിലെ തന്നെ കട്ടൻ ചായ. സൂപ്പർ, ചെറിയൊരു ആശ്വാസം. അങ്ങനെ നമുക്ക് തന്നിരിക്കുന്ന ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നേരെ ആലപ്പുഴയിലേക്ക്. ഇനി വീഡിയോ ഒരുപാട് വലിച്ചു നീട്ടിക്കൊണ്ട് പോകുന്നില്ല, നല്ല ഉറക്കക്ഷീണവും ഉണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാവുന്നതാണ്.